ഇത് കാശ്മീരിലെ സോൻമാർഗിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ഇവിടെ ഒരു ടണലുണ്ട്, സോൻമാർഗ് ടണൽ. ഇത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രസ്റ്റീജിയസ് ഒരു വൺ ഓഫ് ദ ടണലാണ്. ഇത് 6.9 കിലോമീറ്റേഴ്സാണ് ഈ ടണലിൻ്റെ ഫുൾ ദൈർഘ്യം. ഇത് ഏകദേശം ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ 10 മിനിറ്റും 20 സെക്കൻഡും എടുത്തു. ഇത് 2 വേ ആണ്, 1 വേ അല്ല. നിങ്ങൾക്ക് കാണാം ഇതിൽ ചെറിയ ബാരിക്കേഡുകളും ഉണ്ടല്ലേ, ചെറിയ നമ്മളെ ചോപ്പ് റോഡുകൾ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഏകദേശം പറയുകയാണെങ്കിൽ ഈ 6.9 കിലോമീറ്റേഴ്സ് നമുക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റർ 70-100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാം. പിന്നെ ഏതെങ്കിലും വണ്ടികൾ, മുമ്പിലുള്ള വണ്ടികൾ സ്പീഡ് കുറയുകയാണെങ്കിൽ നമുക്ക് അവരെ ഫോളോ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. കാരണം ഓവർടേക്ക് ചെയ്യാനോ മറ്റോ നമുക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല. ഇപ്പം ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ ഞങ്ങളൊരു 23 പേരുള്ള ഒരു കാശ്മീർ ട്രിപ്പായിരുന്നു, ഫാമിലി സഹിതം. അപ്പം അതിലുള്ള യാത്രയിലുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇതിൽ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്കിപ്പോൾ കണ്ട ഈ അടുത്ത ഭാഗത്തൊക്കെ വണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റോ ടയറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയാണ്. പിന്നെ എയർ കട്ടിംഗ് സൊല്യൂഷന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ എക്സോസ്റ്റ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്, വലിയ ഭീമാകാരമായ. പിന്നെ അതേമാതിരി ലൈറ്റുകളും, ഇഷ്ടംപോലെ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള യാത്രയിലാണ് ഇങ്ങനത്തൊക്കെ ഇന്ത്യയും അതേമാതിരി വികസിച്ച് വരിക, ഒരു അന്താരാഷ്ട്ര ലെവലിൽ വികസിക്കുക. കാരണം യൂറോപ്യൻ യാത്രയിൽ ഏകദേശം അയർലൻഡ്, പോളണ്ട്, സ്ലോവേനിയ, സ്ലോവാക്യ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ടണലിൽ കൂടിയായിരുന്നു യാത്ര. അത് 1 വേ ടണലുകളാണ് ഉണ്ടാക്കി വെച്ച്, വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ച ടണലായിരുന്നു. അതേമാതിരി അമേരിക്കൻ യാത്രയിൽ ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടൺ, ന്യൂജേഴ്സിയിലേക്കുള്ളതും അതേമാതിരി റിവറിൻ്റെ അടിയിൽ കൂടിയുള്ള ടണലിൽ യാത്ര ചെയ്തത്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ പല അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ടണൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇതൊക്കെ ഒരു സൈഡ് കണ്ടില്ലേ, സൈഡ് വാഹനങ്ങൾ നിർത്താനും എന്തെങ്കിലും മെയിൻ്റെനൻസിനൊക്കെ ഉള്ള എമർജൻസി കെയറിനൊക്കെ ഉള്ളതാണ്. അത് 24 hour സർവീസുണ്ട്. അപ്പോൾ ഈ യാത്രകളിലൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ടണലുകൾ ഇത് നമ്മളെ അഡ്വാൻസ്ഡ് ആണ്, ടെക്നോളജിയാണ്, എൻജിനീയറിങ്ങിൻ്റെ അഡ്വാൻസ് ടെക്നോളജി. കാരണം എത്രയോ ടണലുണ്ടെങ്കിൽ ഈ നമ്മളെ മലകളിലൊക്കെ യാത്ര ചെയ്യാനിപ്പം നമ്മളെ കേരളത്തിൽ വയനാട്, ഇടുക്കി ഇതുമാതിരിയുള്ള കുന്നിൻ പ്രദേശങ്ങളൊക്കെ കവർ ചെയ്യാൻ ഇതേമാതിരി ടണൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്ര സുഖമാവും. അതേമാതിരി സിഗ്സാഗുകളും വളവുകളും ഹെയർ പിന്നുകളൊന്നും ഉണ്ടാവില്ല. അതുമാതിരി പെട്ടെന്ന് എത്താനും സാധിക്കും. നിർമ്മാണ ചെലവ് കൂടുതലാണ്, പക്ഷേ എങ്കിൽ പോലും ഇത് ഒരു സംഭവബഹുലമായ ഒരു യാത്ര തന്നെ. അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പം വയനാട് അതേമാതിരി ടണൽ തുടങ്ങാൻ പോകുന്നു. നമ്മളിതിപ്പോൾ പാലക്കാടാണുള്ളത്. പാലക്കാട്, തൃശ്ശൂർ, കതിരാൻ തുരങ്കപാതയാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. ഇനിയിപ്പം വയനാട് വരുന്നു. ഇപ്പോൾ ഈ തുരങ്കപാതകൾ ശരിക്കും പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു അസറ്റും തന്നെയാണ്. കാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല, അതേമാതിരി ടൈം ലാഭം, അതേമാതിരി ഹെയർ പിന്നുകളില്ല, വളവുകളില്ല, കയറ്റങ്ങളില്ല. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതേമാതിരി കാശ്മീർ വരുമ്പോൾ സോൻമാർഗ് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അനുഭവിക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും കാശ്മീർ വരുന്ന സമയത്ത് സോൻമാർഗ് നിർബന്ധമായും കാണാൻ പോവുക. ആ കാണാൻ പോകുമ്പോൾ ഈ തുരങ്കവും ഈ ടണലും നിങ്ങൾക്ക് കാണാം. ആകെ 10 മിനിറ്റ് കൂടുതൽ ദൈർഘ്യമുള്ളതാണ് ഈ വീഡിയോ. പക്ഷേ ഇടയിൽ ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ മൊത്തം ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഒരു 4 മിനിറ്റ് 3.5 മിനിറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഇതിൻ്റെ ഔട്ടർ സൈഡും ടണലിൽ നിന്നും തുരങ്കപാതയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തുള്ള കുറച്ച് ദൃശ്യങ്ങൾ കൂടിയും ചേർക്കാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇടയിൽ കുറച്ച് ട്രിം ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പുറത്തോട്ട് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ ഒരു 1.5 മിനിറ്റ് കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പം പുറം ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അപ്പം അതുവരെ നിങ്ങൾ കുറച്ച് നേരം സഹിച്ചിരുന്ന് കാണുക. നമ്മുടെ എക്സോസ്റ്റ് ഫാനാണ് കാണുന്നത്, ഭയങ്കര വലുപ്പത്തിലുള്ള. പക്ഷേ ഏതായാലും ഒരു നല്ലൊരു നമുക്കൊരു അനുഭൂതിയാണ് ഒരു യാത്രയിൽ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് വരികയാണ്.
വെളിച്ചം കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടല്ലേ, എയർ കട്ടർ ചെയ്യുന്ന എക്സോസ്റ്റുകൾ കാണുന്നു. അത് ഞങ്ങൾ പുറത്തോട്ട് പ്രവേശിക്കുക, ടണലിൻ്റെ പുറത്തോട്ട് പ്രവേശിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അതും കാണേണ്ട തന്നെയാണ്. ടണലാണ് അങ്ങനെ സോൻമാർഗിൻ്റെ ടണലിൻ്റെ മറുവശത്താണ് നമ്മളെത്തി. ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. കാശ്മീരല്ലേ, സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഭംഗി നമുക്ക് കാണാം. എല്ലായിടത്തും RPFിൻ്റെയും CRPFിൻ്റെ ഒക്കെ പോലീസുകാരും കൂടുതൽ, കാശ്മീരിൽ കൂടുതൽ നമ്മുടെ സായുധ സേനാ ഭടന്മാരാണ്. പട്ടാളവും മിലിറ്ററിയും ഇതിനനുബന്ധ മേഖലകളിൽപ്പെട്ടവരാണ് ഇവിടെ കൂടുതലുണ്ടാകുക. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ടണൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദൂരം കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് കോൺക്രീറ്റ് റോഡുകളാണ്, കാരണം നല്ല സൈഡൊക്കെ ഉറപ്പിച്ച് വരച്ചതിന് ശേഷമാണ് അവർ ഇടിഞ്ഞു വീഴാതെക്കാൻ വേണ്ടി. മറുഭാഗത്ത് കണ്ടില്ലേ, തുടങ്ങിയിട്ടില്ല, അതിൻ്റെ ഒരു സൈഡ് ഉള്ള റോഡാണത്. ഇനി മറ്റേ സൈഡിൽ ടണൽ തുടങ്ങേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഏതായാലും സോൻമാർഗിൽ നിന്ന് അത് കഴിഞ്ഞ് കാർഗിലേക്ക് പോകുന്ന റൂട്ടുണ്ട്. അവിടെ ഇപ്പോൾ ടണൽ 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2029 അതിൻ്റെ ഫിനിഷിങ് പറയുന്നത്. 2029 മുത്തഴും നമ്മൾ സോൻമാർഗിൽ നിന്നും കാർഗിലേക്കും ലേ ലഡാക്കിലേക്കും പോകുന്ന റൂട്ടിൽ നമുക്ക് ഇതേമാതിരി മറ്റൊരു തുരങ്കം കൂടി പ്രതീക്ഷിക്കാം. 2028 പറഞ്ഞ് 29-30 യാത്ര ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ സൗന്ദര്യം കൂടി ആസ്വദിക്കാം. ഓക്കെ, ബൈ.